Welcome to BTech Medicine. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2019 സ്കീമില് ഫസ്റ്റ് ഇയർ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ മൊഡ്യൂൾ 2 മാഗ്നറ്റിക് സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: An iron ring having cross-sectional area of 400 millimeter square and mean circumference of 500 millimeter carries a coil of 250 turns wound uniformly around it. Calculate the reluctance of the ring, current required to produce a flux of 1000 microweber in the ring, relative permeability of the iron is 400. Okay. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു അയൺ റിംഗ് ഉണ്ട്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 400 millimeter സ്ക്വയറും അതിന്റെ മീൻ സർക്കംഫറൻസ് ഒരു റിംഗിന്റെ മീൻ സർക്കംഫറൻസ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് എന്ന് എത്ര കൊടുത്തിരിക്കുന്നത്? 500 millimeter ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിൽ ആ റിംഗ് ക്യാരി ചെയ്യുന്ന കോയിലിന് എത്രയാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം ആ റിംഗിന്റെ റിലക്റ്റൻസ് കണ്ടുപിടിക്കണം. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിലക്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഒരു 1000 മൈക്രോ വെബർ ഫ്ലക്സ് ആ റിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ കൺഫ്യൂഷൻ ഒന്നും ഇതിനകത്ത് വരാനില്ല. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്ത് എഴുതണം? തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് എടുത്തെഴുതാം. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നിരിക്കുന്നത് ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ മീൻ സർക്കംഫറൻസിനെയാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്, റിംഗ് ആയതുകൊണ്ട്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 500 millimeter ആണ്. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 500 × 10⁻³ മീറ്ററിന് വരും. ഓക്കെ. അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര വന്നിരിക്കുന്നത്? 400 millimeter സ്ക്വയർ, അതായത് 400 × 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഓക്കെ. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് എൻഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 250 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് റിലക്റ്റൻസിന്റെ വാല്യൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിലക്റ്റൻസ് ഇക്വേഷൻ എന്താണ്? L/μ0 μr × A. μrന്റെ വാല്യൂ എന്ന് പറയുന്നത് 400 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. L എന്ന് പറയുന്നത് 500 × 10⁻³ ആണ്, ഡിവൈഡഡ് ബൈ μ0 എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ്. μr എന്ന് പറയുന്നത് 400 ആണ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് പറയുന്നത് 400 × 10⁻⁶ ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് S is equal to 2487 × 10⁻³ ampere turns per Weber. Okay, 2487 × 10⁻³ ampere turns per Weber. 2487 × 10⁻³ ആംപിയർ ടേൺസ് പെർ വെബർ. ഇതിന്റെ ഒന്നും യൂണിറ്റ് എഴുതാൻ മറന്നുപോയത്. യൂണിറ്റ് എഴുതിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. MMF എന്ന് പറഞ്ഞതിന്റെ ഇക്വേഷൻ എന്താ? MMF എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്, അതായത് φ × S ആണ്. അതേപോലെ ഫ്ലക്സിന് വേറൊരു ഇക്വേഷനും ഉണ്ട്. എന്താണ്? N × I ആണല്ലോ. N × I തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ ഫൈന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 × 10⁻⁶ വെബർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രമാത്രം കറണ്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ MMFന്റെ ഈ രണ്ട് ഇക്വേഷനും കൂടി അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. നോക്കിക്കേ, φS is equal to N × I. ഫൈയുടെ വാല്യൂ എത്രയാണ്? 1000 × 10⁻⁶ ഇൻറ്റു എസിന്റെ വാല്യൂ എത്രയാണ്? 2487 × 10⁻³ is equal to എന്നിന്റെ വാല്യൂ 250 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 250 × കറണ്ട് I. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ എന്ത് കിട്ടും?
1000 into 10 raised to minus 6 into 2487 into 10 raised to 3 divided by 250 എന്ന് വരും അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.948 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ആംപിയർ ആണ്. അതല്ലെങ്കിൽ 9.98 മൈക്രോ ആംപിയർ എന്നായിരിക്കും ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ?